മകളെ കുറിച്ച് എന്ത് പറയുന്നു? അവളെന്നെപ്പറ്റി പറയുകയാണെങ്കിൽ അവൾ നല്ല സ്വഭാവമാണ്. ഞങ്ങളോട് ഭയങ്കര സ്നേഹത്തിൽ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അവൾ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ പറയണ്ട അവളോട് പഠിക്കാനായിട്ട്. അവൾ കുറേ നേരം ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് തോന്നാറ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് തോന്നാറ്. പക്ഷെ അവൾ റെസ്റ്റ് എടുക്കാതെ തന്നെ പഠിക്കും. അതിപ്പോൾ 10ാം ക്ലാസ് ചെറുപ്പം തുടങ്ങിയ ആ ശീലം തന്നെ അവൾക്ക്. അവളങ്ങനെ ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതിരുന്ന് പഠിക്കും. പിന്നെ അവൾക്ക് ഇങ്ങനെ എപ്പോഴും ഒരു ലക്ഷ്യബോധമുണ്ട്. ആ ബോധത്തിൽ അവളിങ്ങനെ എത്തണം എന്ന് ഭയങ്കരമായ പരിശ്രമം ഉള്ളവരാണ്. നൈറ്റൊക്കെ ഉറക്കൊളിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. നൈറ്റൊക്കെ ഉറക്കത്തിന് അവൾക്ക് 4 മണിക്ക് എഴുന്നേൽക്കുന്നത് തോന്നി അവൾ 4 മണിക്ക് എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേൽക്കുന്നത് തോന്നി 3 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേൽക്കുന്നത് അവൾക്കറിയാം അവളുടെ ടൈം. നമ്മളതിന് എനിക്ക് ഒട്ടും ഒരു ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല പഠിത്തത്തിനെ പറ്റി. അങ്ങനെയാണ് അവളുടെ കാര്യം. അപ്പം ഇനി മാരേജ് കഴിഞ്ഞാലും തുടർന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് പേരൻസിൻ്റെ തീരുമാനം? എനിക്ക് ആഗ്രഹം അവൾ PhD എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ അവളോട് എപ്പോഴും പറയാറുണ്ട്. അപ്പം അത് അവൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും. അപ്പം നമ്മളെ മക്കളെ നമ്മൾ അധികം ഓവറായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് 2 ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നതായിരിക്കും നല്ലത്. ഫ്രീ ആയിട്ട് വിടുന്നതാണ് നല്ലത്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ആഗ്രഹം വരുത്തണം. അത് അവർ ഉണ്ടാക്കണം. അത് അങ്ങനെ എന്തെങ്കിലും അവസരത്തിലോ അല്ലെങ്കിൽ തനിയെ കിട്ടിയതാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ്? എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് പഠിക്കണം, നല്ല റാങ്ക് നേടണം, അത് അവൾക്ക് തന്നെ അതുണ്ടായി. അതപ്പോൾ മറ്റേ മോൾക്കും അങ്ങനെ തന്നെ വരുന്നുണ്ട്. അത് എങ്ങനെ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷമാണോ അറിയുന്നില്ല. ചിലപ്പോൾ അന്തരീക്ഷമായിരിക്കും. നമ്മളതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തൊന്നും അറിയുന്നില്ല. അവർക്ക് തന്നെ വന്നേക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് ഞാനൊന്നും പരിശ്രമിച്ചിട്ടില്ല പഠിക്കാനായിട്ട്. കൂടുതൽ ഇടപെടാറില്ല. അവർ തന്നെ പഠിക്കും. അവരുടെ കാര്യങ്ങൾ അവർ തന്നെ പഠിക്കും. പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബയോളജി, ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് ബയോളജി കുറേ നന്നായിട്ട് അറിയാം. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് എന്ന് പറയുന്നത് നമുക്കില്ലാത്തൊരു സംഗതിയാണ്. എവിടെയും നഴ്സിംഗ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫഷൻ നിങ്ങളുടെ മക്കളെ വളർത്തുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലേ? എൻ്റെ പ്രൊഫഷൻ അവർക്ക് 2 പേർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കുറേ നൈറ്റ് ഡ്യൂട്ടി പോകുന്നു. അപ്പോൾ ഇവരൊക്കെ ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ ആളില്ലാത്ത അങ്ങനത്തെ എൻ്റേതായ ജോലിയുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടായിരിക്കും. മെഡിസിൻ ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ജോലിയിൽ അവർക്ക് അങ്ങോട്ട് താല്പര്യം വന്നില്ല. ഉദ്ദേശിച്ചതല്ല, ഒരാളെ നേഴ്സ് ചെയ്യുക, സംരക്ഷിക്കുക, ആ ഒരു അർത്ഥത്തിൽ ഫുള്ളി ക്യൂറേറ്റീവ് ആകുന്ന വെച്ചാൽ എല്ലാ ആസ്പെക്റ്റിലും വളർത്തിയെടുക്കുക. നേഴ്സ് എന്ന് പറയുമ്പോൾ A to Z കാര്യങ്ങൾ നിങ്ങളുടെ ഒരു മെന്റാലിറ്റി മക്കളെ വളർത്തുന്നതിലും പഠിപ്പിക്കുന്നതിലും. ഞാൻ നേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പേഷ്യൻ്റ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കണ ഒരു വ്യക്തിയാണ്. പേഷ്യൻറ്റിന് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലാണെങ്കിലും പേഷ്യൻസിനെ സംരക്ഷിക്കണം, അവർക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത് ഞാൻ കുടുംബത്തും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അവരെ കെയർ കൊടുക്കാനായിട്ട്, അവരെ മക്കളെ നന്നായിട്ട് കെയർ കൊടുക്കാൻ ഞാൻ ആ ഹോസ്പിറ്റലിലെ അന്തരീക്ഷം തന്നെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് പോലെ തന്നെ വീട്ടിലും ശ്രദ്ധിക്കാറുണ്ട്. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജോലിയുടേതായ ആ കാര്യം വീട്ടിൽ ഹെൽപ്പിങ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ജോലിയിൽ ഭയങ്കര ആക്യുറേറ്റാണ്, കറക്റ്റാണ്, കാര്യങ്ങൾ കുറേ കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അതും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. ജോലി നമുക്ക് എങ്ങനെയാണല്ലോ, നമുക്ക് അങ്ങനെ അധികം തെറ്റുകൾ വരാണ്ട് ചെയ്യേണ്ട ജോലികളാണല്ലോ. എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കണം. നേഴ്സിംഗ് അങ്ങനെയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഉത്തരവാദിത്വം വേണം. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിത്വം. അത് അവരും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെയർ മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ട് അച്ചീവ്മെൻറ്റിലേക്ക് ഒരുമിച്ച് കൂട്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ് വേണമെങ്കിൽ പറയാമല്ലോ. പറയാം. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര കറക്റ്റാണ് കാര്യങ്ങൾക്ക്. ആൾ പങ്ക്ച്വാലിറ്റി അതൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ ഒരു സ്ഥലം അങ്ങനെ ഇങ്ങോട്ട് മാറിക്കിടക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര കറക്റ്റാണ്. അപ്പോൾ ഈ എന്താ പറയുക, നഴ്സിംഗും ഈ പങ്ക്ച്വാലിറ്റിയും ഡിസിപ്ലിനൊക്കെ നല്ല രീതിയിൽ പിള്ളേരെ സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമേ 3-4 ആസ്പെക്ട് ശരിക്കും മതി അല്ലേ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനല്ലേ കുട്ടികൾക്ക്? കുടുംബാന്തരീക്ഷം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ ഹാപ്പിനെസ് കൊടുക്കണം, പിള്ളേർക്ക് സന്തോഷം കൊടുക്കണം. നമ്മൾ അവർക്ക് എപ്പോഴും ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഒരു അത് ഞങ്ങളുടെ ഇതിൽ സഹായിച്ചിട്ടുണ്ടാകാം. അതൊക്കെ കുറേ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. പിന്നെ എൻകറേജ്മെൻറ്റ് കൊടുക്കണം.
അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം. അവരെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ മാർക്ക് കുറവ് അങ്ങനെ കാര്യങ്ങളിൽ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നീ പരിശ്രമിച്ചാൽ നിനക്ക് കിട്ടും എന്നുള്ളൊരു വാക്ക് മാർക്ക് പറയുമ്പോൾ പാരൻസ് ഒരിക്കലും എന്താ കുറഞ്ഞെന്നും ചോദിക്കാറില്ല. അങ്ങനെ പറയാറില്ല. അത് കുറഞ്ഞത് പോട്ടെ, നീ അടുത്തതിൽ ശ്രമിക്ക് കിട്ടും. അത് നിനക്ക് ദൈവത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയാറുണ്ട്. ദൈവികമായ സൈഡിൽ നിങ്ങൾ കൂടുതൽ കെയർ കൊടുക്കാറുണ്ട്. അത് വേണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്, അത് അവർക്കുണ്ട് എന്നുള്ളത്. രണ്ടും കൂടി മോൾഡ് ചെയ്ത് പറയാം. ദൈവികമായ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം നല്ല പ്രവൃത്തി ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ ഉദ്ദേശങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലത് വിചാരിച്ചാൽ നല്ല ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഉറപ്പാണ്. നല്ല മനസ്സ് വയ്ക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടാകുക, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുക. അപ്പം നമുക്ക് താനെ ഉയർച്ച വരും. ഹൈലി ഫിലോസഫിക്കലാണ് പാരൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരും അങ്ങനെ തന്നെയാണ് അവരുടെ ഇതിൽ. എൻ്റേതായ പിന്നെ ഭയങ്കര അനുസരണമാണ് രണ്ടുപേരും. ഒബീഡിയൻ്റ് ആണ്. നമ്മളനുസരിച്ച് ഇത്ര നാളും ജീവിച്ചിട്ടുണ്ട്. ഒരു കാരണമുണ്ട്. പാരൻസ് ഒബീഡിയൻ്റ് ആണ്, പാരൻസിന് കോൺഫിഡൻസ് ഉണ്ട്, പാരൻസ് ഒരു റോൾ മോഡലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കൾക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് നമ്മൾ പറഞ്ഞത് വിട്ട് അവർ പെരുമാറില്ല. ഇതേവരെ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളനുസരിച്ച് തന്നെ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ജീവിതത്തിൽ. അവരിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇവർ രണ്ടുപേരിലും നമ്മൾ ഓർക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇളയ മകളും ഇതേപോലെ തന്നെ ഈ ഫീൽഡിൽ ഇതേപോലെ നല്ലത് അല്ലേ ഇതിന് പോകുന്നു അല്ലേ? എന്തെങ്കിലും ഇനി അവിടെ ഒരു സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യം ഇല്ല. അവളുടെ മാക്സിമം അവൾ പരിശ്രമിക്കുന്നുണ്ട്. അവളുടെ മാക്സിമം തന്നെ അവൾ പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ കിട്ടുന്നതൊക്കെ കുറച്ചും കൂടി ദൈവികമായ നമ്മുടെ അനുഗ്രഹവും ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാം ഒത്തുചേർന്ന് കിട്ടും. ഇപ്പോൾ റാങ്ക് കിട്ടാനാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ വേണം. എന്തോരം പരിശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം. നമുക്ക് ഒരു സമയം വേണം. ആ സമയം ഉണ്ടെങ്കിൽ എല്ലാം ഓരോന്നിനും ഉണ്ട് ഓരോ സമയം എന്നല്ല, ആ സമയത്ത് കിട്ടും.